സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കാണിക്കുന്ന പരിപാടി എന്താണ് അതുപോലെയാണ്. ഫ്രെയിം ഇങ്ങനെ വെക്കുന്നു, ഇവർ സ്റ്റേജിൽ കയറി അഭിനയിക്കുന്നു. ഇനി സ്റ്റേജ് ഇല്ലെങ്കിൽ കൂടെ ആ ഫ്രെയിം നമുക്കൊരു സ്റ്റേജായിട്ട് കാണാം. അവിടെ വിവിധ തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന രീതിക്കാണ് പിന്നീട് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മികച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവ നാടകത്തിൽ ഏറ്റവും മികച്ച നടൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹരീഷ് പെരടിയാണ്. ഹരീഷ് പെരടിയെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, പുള്ളി പിന്നെ കൈതേരി സഹദേവൻ്റെ പ്രേതമാണ് എല്ലാ സിനിമയിലും. അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ഇനി ചെയ്യാനുമില്ല, അതിൽ താഴേക്ക് പുള്ളി കുറയ്ക്കാനും പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ മാങ്ങാട്ടച്ഛനൊക്കെ ഇതിൽ കണ്ടിട്ട് മരക്കാറിൽ കണ്ടിട്ട് ചിരിച്ച് മരിച്ചാണ്. ഇതിൽ മാങ്ങാട്ടച്ഛൻ 2.0 എന്ന് പറയും. ഏതല കൈതേരി സഹദേവൻ്റെ നാടകമാണ് പിന്നീട് അങ്ങോട്ട്. നാടകം എന്ന് മാത്രമല്ല, കൈതേരി സഹദേവൻ ഇതിൻ്റെ ഡയലോഗ്സൊക്കെ നല്ല രസമുണ്ട്. കാരണം പഴയ കാലത്തെ ഒരു ഭാഷാ പ്രയോഗങ്ങൾ ആ രീതി ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്നത് നല്ല രസത്തിലാണ്. പക്ഷേ ഇതുപോലത്തെ കോമഡി പീസ് മൊണ്ണ കഥാപാത്രങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ചിരിക്കുമല്ലാതെ വേറെന്താ ചെയ്യുക. ജസ്റ്റ് നമ്പർ 102 വിത്ത് റണ്ടൽ സൊണാലി കുൽക്കർണി അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. നല്ല പ്രായം തോന്നുന്നുണ്ട് ഈ സൊണാലി കുൽക്കർണിക്ക്. അങ്ങനെ നാടോടി നൃത്തം ആരംഭിക്കുകയാണ്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് നാടോടി നൃത്തമാണ്. LJP അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. എഴിമലക്കോട്ടയിലെ മയിലാടും കാമുകനെ കണ്ടവരുണ്ട്, അവനെ കണ്ടവരുണ്ട് എഴിമലക്കോട്ടയിലെ. ഇങ്ങനെ നാടോടി നൃത്തം. ഇത് ചില്ലറ സമയമല്ല. ഇതിന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അദ്ദേഹം ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു ലാലേട്ടൻ്റെ അവതാരം വന്നത് ഈ ഒരു അപരാധത്തിനകത്തായി പോയി എന്നുള്ളത് മാത്രം. അതാണ് പറയുക, ഇൻട്രോ എന്ന് പറയുന്നത് ഗംഭീര. ലാലേട്ടൻ്റെ 2 കാലുകൾ ഒന്ന് വന്ന് ശരിക്കും ഡിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ കുലുങ്ങേണ്ടതായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രശാന്ത് പിള്ളയുടേതും പിന്നെ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയലിസ്റ്റിക് ഫൈറ്റ് പോലെ. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിലുള്ള അത്രയും അങ്ങനെ വെച്ച് ഇത്രയും ബിൽഡപ്പ് എന്തിനാണ് കൊടുത്തത്? നൻപകൽ നേരത്തെ മയക്കം പോലെയും ഇറക്കിയ പോലെയായിരുന്നു. ലാലേട്ടൻ ഏതോ ഒരു ഓഫ് ബീറ്റ് പടത്തിൽ അഭിനയിക്കുന്നു, ലിജോയുടെ പടത്തിൽ അഭിനയിക്കുന്നു, ആൾക്കാർ വന്ന് കണ്ടാൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് അവതാരം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാലും കാണിച്ച് ഭയങ്കര ജൈജാൻറ്റിക്കും കാണിച്ച് പിന്നെ ഇതാ ചക്കക്കുരു ഫൈറ്റ്, ഒരു ചക്കക്കുരു പൊട്ടുന്ന പോലെയാണ് ഫൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് മലക്കോട്ടെ വാലിബൻ്റെ റിവ്യൂ കോക്ക് പറഞ്ഞാണ്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരു കമൻറ്റ് പറയാനാണ്. ഒന്നുമില്ല, ഒറ്റ ആക്കി തീർക്കാം. ഇതിലും വലിയ ഊക്കിനി സ്വപ്നങ്ങളിൽ മാത്രം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് ചിലർക്കൊക്കെ എതിർപ്പുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞതിനെക്കുറിച്ച് എതിർപ്പുണ്ട്, കമൻറ്റുകളിലൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വാലിബൻ ഇറങ്ങിയിട്ട് തിയേറ്റർ റെസ്പോൺസ് വന്നു. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ മെയിൻ യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഇഷ്ടംപോലെ ആൾക്കാർ റിവ്യൂ ഇട്ടു. അപ്പോഴും ഞാനൊരു റിവ്യൂ ഇട്ടായിരുന്നു, ഞാൻ പോയി കണ്ടതിന് ശേഷം. അപ്പോഴും ജനങ്ങളിരുന്ന കമൻറ്റ് എന്താണെന്നറിയാം, കോക്കിൻ്റെ റിവ്യൂ വരട്ടെ എന്നിട്ട് പറയാം എന്നാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? കോക്ക് എന്താണോ പറയുന്നത് അത് കേൾക്കാൻ ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുമുണ്ട്. അതും മനസ്സിലാക്കണം. വ്യൂസ് കണ്ടാൽ അറിയാം, മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുന്ന കാണുമ്പോൾ നമുക്കറിയാം ജനങ്ങൾ കോക്കിൻ്റെ റിവ്യൂ കാത്തിരിക്കുന്നു, അത് കേൾക്കുന്നു, അംഗീകരിക്കുന്നുമുണ്ട്, അംഗീകരിക്കാത്തവരുമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത് പുള്ളിക്ക് അത്രയും ഒരു പ്രാധാന്യമുണ്ട്. പുള്ളിയുടെ ആ ഒരു ശൈലിയെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഇവിടെ പറഞ്ഞു വന്ന അതുകൊണ്ട് റിവ്യൂവിനെ പറ്റി, പുള്ളി റിവ്യൂ നടത്തിയതിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന 2 ചാനലുണ്ട്, മല്ലു അനലിസ്റ്റ്, JBA. കോക്കിനെ ഇഷ്ടപ്പെടുന്നില്ലെന്നല്ല കേട്ടോ. എന്നാലും ഈ മല്ലു അനലിസ്റ്റും JBA എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും ഒരു ബുദ്ധിജീവി സ്റ്റൈൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ JBA ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. മലയക്കോട്ടെ വാലിബൻ LJP വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചർച്ചയെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഞാൻ എൻ്റെ ജോലി മാറ്റിവെച്ച് പോയി കണ്ട സിനിമയല്ല. രാവിലെ 6:30 ഷോയ്ക്ക് പോയി കണ്ട സിനിമയാണ്. റിവ്യൂ ഒക്കെ ചെയ്തിട്ട് സുഖമായിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ വേറെ ഒരു കാര്യത്തെയും ആ ഒരു സിനിമ കാഴ്ച അഫക്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സിനിമയുടെ റിവ്യൂ ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാം. 6100 രൂപയാണ് ആ ഒരു സിനിമയുടെ റിവ്യൂവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻകം എന്ന് പറയുന്നത്. സിനിമ റിവ്യൂവിന് സാധാരണ വീഡിയോസിനേക്കാളും കൂടുതൽ പെട്ടെന്ന് വ്യൂസ് കിട്ടുന്നതുകൊണ്ട് ഇൻകം കൂടുതലുണ്ട്. ഇത് എനിക്ക് കിട്ടിയ ഇൻകമാണ്. കേരളത്തിലുള്ള പ്രമുഖ യൂട്യൂബേഴ്സ്, നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള ആളുകളുടെ ഇൻകം നിങ്ങൾക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം കിട്ടുമായിരിക്കും. ഇത്രയധികം നമ്മൾ ഇതിനെ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത്, റിവ്യൂവിനെ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു മര്യാദ ആ ഒരു കലാകാരന്മാരോട്
കാണിച്ചു കൂടെ എന്നുള്ളൊരു ചിന്ത എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളതിനെ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സേവനത്തിന് വേണ്ടി ചെയ്യുകയാണ്, ആളുകളുടെ ടിക്കറ്റ് പൈസ ലാഭിക്കാൻ വേണ്ടി നമ്മളെന്തോ വലിയൊരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആ പറയുന്ന മര്യാദകൾ കാണിക്കേണ്ടതില്ല. പക്ഷേ ഞാനോ ബാക്കിയുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തീരെ നിങ്ങളുടെ ടിക്കറ്റ് പൈസ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പരിഗണിക്കാറ് പോലുമില്ല. എനിക്ക് കിട്ടിയ സാധ്യത എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു സിനിമ പോയി കണ്ടു, ഞാൻ കണ്ട അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്ന സമയത്ത് ആളുകൾ കാണാനായിട്ടുണ്ട്. ആളുകൾ അങ്ങനെ കാണാനായിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. എൻ്റെ ആസ്വാദന അനുഭവം പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ലാഭം മാത്രമാണ് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കലാകാരന്മാരില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കലാപരിപാടിയും അതിനകത്ത് ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ ഞാനും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മലയക്കോട്ടെ മാണിക്യൻ എന്നുള്ളതാണ് അതിൻ്റെ തമ്പനയിലിട്ടത്. അതെൻ്റെ ഒരു വിമർശനമാണ്. എന്നാൽ ആ ഒരു വീഡിയോയിലും ഞാൻ ആദ്യഘട്ടം മുതൽ തന്നെ ആ ഒരു സിനിമയുടെ പോസിറ്റീവ്സ് കൂടുതലായിട്ട് തന്നെ കണ്ടെത്തി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചത്. എനിക്കിഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ വളരെ പക്വതയോടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചത്. അത് LJP കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. ചിലപ്പോൾ LJP അല്ലാത്ത വേറൊരു സംവിധായകനാണ് എന്നുണ്ടെങ്കിൽ അത്രയധികം പോസിറ്റീവ്സ് കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ഞാൻ തന്നെ ശ്രമിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ആ ഒരു കലാകാരനോട് നമ്മൾ കാണിക്കുന്ന മര്യാദയാണ്. അതുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ മര്യാദ ആവാം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു റിവ്യൂവിന് എനിക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് എത്രയധികം ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുണ്ട്. അതേപോലെ പ്രമുഖ റിവ്യൂവേഴ്സിന് കിട്ടുന്ന 10,000-ലധികമുള്ള എമൗണ്ടുകൾ എന്ന് പറയുന്നത് എത്രയധികം ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുണ്ട്. അപ്പം JB പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പുള്ളി വളരെ സത്യസന്ധനായിട്ട് അതിൻ്റെ കിട്ടിയ റവന്യൂ വരെയും വ്യക്തമായിട്ട് നമ്മളെ കാണിച്ച് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് കേട്ടോ, പുള്ളി ഒരു ദിവസം ഒരു ലീവ് എടുത്തിട്ട് പോലുമില്ല. JB ലീവ് എടുക്കാതെ ഈ സിനിമ കാണാൻ പോയി. അതായത് ഒരു ദിവസത്തെ ശമ്പളം പുള്ളിക്ക് പോയിട്ടില്ല, ഒരു നഷ്ടവും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നെ റിവ്യൂ ഇട്ടത് എങ്ങനെയാണ്? മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ടല്ല, അതായത് പൈസ കിട്ടും, റിവ്യൂ പറഞ്ഞ് വ്യൂസ് കിട്ടിയ പൈസ കിട്ടുന്ന രീതിയിലാണ് പുള്ളി റിവ്യൂ ഇട്ടത്. പുള്ളിയല്ല, എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ഈ റിവ്യൂ ഇടുമ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയാണ് അവരും റിവ്യൂ ഇടുന്നത്. അങ്ങനെ ശമ്പളം കളഞ്ഞിട്ടില്ല, 2 സംഭവം അതിൻ്റെ അകത്തുള്ള ശമ്പളം കളഞ്ഞിട്ടില്ല, റിവ്യൂ ഇട്ടു, റിവ്യൂവിന് മോണിറ്റൈസേഷൻ ഓണാണ്. രണ്ടാമത് പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, പുള്ളി അതിൻ്റെ അകത്തൊരു ആഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാശും ഇതെല്ലാം വഴി ഇങ്ങനെ കാശ് കിട്ടുന്നു ഈ യൂട്യൂബേഴ്സിന്. പുള്ളി ഇതിനെപ്പറ്റി പറയുന്ന അഭിപ്രായം എന്ന് വെച്ചാൽ, ഇത്രയും വലിയ ധൈര്യം ഞാൻ എൻ്റെ ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളെന്ന് പറയുന്ന പോലെയാണ്. ഇത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു യൂട്യൂബറായിട്ടാണ് കാണിച്ചത്. ഈ സിനിമ കണ്ട് പെട്ടെന്ന് വ്യൂസ് കിട്ടുന്നതുകൊണ്ട് റവന്യൂ നല്ലപോലെ കിട്ടും എന്ന് വരെ JB അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം പുള്ളി ഓരോ കാര്യങ്ങളായിട്ട് വ്യക്തമാക്കിയാണ് പറയുന്നത്. പുള്ളി ഉദ്ദേശിക്കുന്നത് ഒരു ഫിലിം ഇറങ്ങി കോടികൾ ചിലവാക്കി ഇറങ്ങുന്നു, അതേപ്പറ്റി ഇത്രയും വലിയ രീതിക്ക് അങ്ങോട്ട് നെഗറ്റീവ് പറയരുതെന്നാണ് JB അവിടെ പറഞ്ഞു വെക്കുന്നത്. കോക്കിനെ ഉദ്ദേശിച്ചൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, വെറുതെ ഇല്ലാത്ത പറയുന്നില്ല. ആരെയാണേലും ഇത്രയും അങ്ങോട്ട് പറഞ്ഞൊരു പടത്തിനെ നശിപ്പിക്കേണ്ടതില്ല. കാരണം പറയുന്ന യൂട്യൂബേഴ്സിന് ഈ പറയുന്ന നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല, അവർ വെറുതെ പോയി കാണുന്നു. പിന്നെ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഒരു സേവനം പോലെ ചെയ്യുവാണെങ്കിൽ ഓക്കെ എന്ന്. അതായത് മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ട് ജനങ്ങളോട് ഇത് കൊള്ളില്ലാത്ത ഫിലിമാണ്, നിങ്ങൾ പോകരുത്, നിങ്ങളുടെ കാശ് പോകരുത്, അതായത് കാശ് പോകരുത് എന്ന് പറയാനുള്ള ഒരു മുന്നറിയിപ്പാണെങ്കിൽ ഓക്കെ എന്ന്. ഇതങ്ങനെയല്ലല്ലോ എന്നാണ് JB പറയുന്നത്. എനിക്ക് ഈ കേസിൽ JB പറഞ്ഞ ഒരേ ഒരു കാര്യത്തിനോട് മാത്രം എനിക്ക് യോജിപ്പില്ല. ബാക്കി ആദ്യം പറഞ്ഞ 2 കാര്യം സത്യസന്ധമാണ്. മൂന്നാമത് പറഞ്ഞൊരു കാര്യം എന്താണ്, ഞാനിത് LJP പടമായതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് കാണാൻ ശ്രമിച്ചു, മറ്റൊരു പടമാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ കാണില്ല എന്ന് പുള്ളി പറയുന്നു. അവിടെയാണ് എനിക്കൊരു വിജയിപ്പുള്ള LJP പടം എന്നും പറഞ്ഞ് പുള്ളി അത് മല്ലു അനലിസ്റ്റ് JB അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടവർ TV സ്റ്റൈലുകൾ അവർക്കല്ലെങ്കിൽ LJP എന്ന ഡയറക്ടറിൽ നിന്ന് എന്ത് വരുമെന്ന് അവർക്കൊരു മുൻവിധിയുണ്ട്, അല്ലെ LJP ടച്ച് എന്താണെന്ന് അവർക്കൊരു മുൻവിധിയുണ്ട്, അതറിയാം. എന്നെപ്പോലുള്ള ഒരു സാധാ വീട്ടമ്മ അല്ലെ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും ഈ ഫിലിമിനെ കാണുക? മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ അഭിനയിച്ച പടം ഇങ്ങനെ കാണുള്ളൂ. ഞങ്ങൾ ആ ഒരു ചിന്തയോടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ലാസ്റ്റ് ഭാഗമൊക്കെ എത്തിയപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. 2ാം ഭാഗം വന്നാൽ അതിമനോഹരമായിരിക്കും എന്നും എനിക്ക് തോന്നി. അങ്ങനെയാണ് അത് കൊണ്ട് നിർത്തുന്നത്, അതിമനോഹരമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂവിൽ. പക്ഷേ LJP പടം എന്നും പറഞ്ഞ് പോസിറ്റീവ് കാണാനുള്ള ഒരിത് എനിക്ക് ഈ പടത്തിൽ തോന്നിയില്ല. JBയുടെ ആകെ കൂടി ഒരു വിജയിപ്പ് എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യത്തിൽ മാത്രം. അങ്ങനെ ഒരു ഇന്ന ഡയറക്ടറുടെ പടം എന്നൊന്നും പറഞ്ഞല്ല.
നമ്മളൊരു 100-150 രൂപ അതിൻ്റെ ആ തിയേറ്ററിൽ ഇരുന്ന് എൻ്റെ 350 പോയെന്നൊക്കെ ജനം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ നമ്മളും അധ്വാനിക്കുന്നത്. ഇവർ ഒരു വർഷക്കാലമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പടമാണ്, കോടികൾ നഷ്ടമൊക്കെ വരും പക്ഷെ അത് ശരിയാ അംഗീകരിക്കുന്നു. പക്ഷെ നമുക്കും ഇല്ലേ നഷ്ടം? നമ്മൾ കുറച്ച് നേരത്തേനൊന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സന്തോഷിക്കാൻ വേണ്ടി ഒരു ലാലേട്ടൻ്റെ ഒരു പടം ഇറങ്ങുന്നു എന്നും പറഞ്ഞ് നമ്മൾ ആകാംക്ഷയോടെ ടിക്കറ്റ് എടുത്ത് വളരെ ബുദ്ധിമുട്ടി വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് ബുക്കിംഗ് കാശ് വേറെ കൊടുത്ത് വിഷമിച്ച് പോകുമ്പോൾ നമ്മളും കുഞ്ഞായിട്ട് ചിലതൊക്കെ പ്രതീക്ഷിക്കും. അത് കിട്ടാൻ വരുമ്പോൾ നമുക്കും ഒരു നിരാശയുണ്ട്. ഇവരെ സംബന്ധിച്ച് നിരാശയില്ല. ഇവർ LJP പടം കാണാൻ പോയവർക്ക് നിരാശയില്ല. പക്ഷേ മലയാളത്തിൻ്റെ മഹാനടൻ ലാലേട്ടൻ്റെ പടം കാണാൻ പോയവർക്ക് നിരാശ വരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു വിയോജിപ്പ് JBയോട് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണും.